ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 053/2022 ചോദ്യപേപ്പറാണ്. LGS ലെവൽ ചോദ്യപേപ്പറാണ്. ഞാൻ ഉത്തരങ്ങളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് ആൻസർ മനസ്സിലാക്കി വേണം പോകാൻ. അതുകൊണ്ട് നന്നായി ചോദ്യം മനസ്സിലാക്കുക, ഉത്തരം മനസ്സിലാക്കുക. ഇപ്പോൾ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അത്ലറ്റിക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി നീരജ് ചോപ്രയാണ്. രണ്ടാമത്തെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് 2019 എന്നാണ്. 2019. മൂന്നാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി പി വത്സലയാണ് കേട്ടോ. ഓപ്ഷൻ ഡി പി വത്സലയാണ് ആൻസർ. നാലാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി ആണ് 15 കേട്ടോ. ഓപ്ഷൻ സി 15. അഞ്ചാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? EOS 04 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. EOS 04. ആറാമത്തെ ചോദ്യം, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻസ് എ ആണ് കെ കസ്തൂരിരംഗൻ. ഓപ്ഷൻ എ ആണ് കെ കസ്തൂരിരംഗൻ കേട്ടോ. ഏഴാമത്തെ ചോദ്യം നോക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് താലോലം കേട്ടോ. ഓപ്ഷൻ ഡി താലോലം. എട്ടാമത്തെ ചോദ്യം, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഇതിൽ ആൻസർ ഇല്ല. KP കുമാരനാണ്. ആൻസർ ഇല്ല, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആണ് കേട്ടോ. ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. KP കുമാരനാണ് 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് തിരുവനന്തപുരത്താണ് കേട്ടോ. ഓപ്ഷൻ എ തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴയാണ്. ഓപ്ഷൻ ബി നൂൽപ്പുഴ. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന എവിടെയാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തതാണ് ലൂണിയാണ് കേട്ടോ. ഓപ്ഷൻ സി ലൂണി. 13ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി. കറുത്ത മണ്ണിന് അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഓപ്ഷൻ എ മേഘാലയാണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ആണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ്? മണികരൺ. ഓപ്ഷൻ എ മണികരൺ ആണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ജനസാന്ദ്രതയാണ് ഏറ്റവും കുറവുള്ള സംസ്ഥാനത അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ്. 18ാമത്തെ ചോദ്യം, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജില ചുരമാണ് കേട്ടോ. സോജില ശ്രീനഗർ കാർഗിൽ. ഇനി 19ാമത്തെ ചോദ്യം, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഓപ്ഷൻ എ ആണ് ഖാരിഫ് കേട്ടോ. ഓപ്ഷൻ എ ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ് ആണ്. 20ാമത്തെ ചോദ്യം നോക്കാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2 കേട്ടോ. NW2 ആണ്. സാദിയ ടു ദുബ്രി NW2. 21ാമത്തെ ചോദ്യം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946,
ഡിസംബർ 9 കേട്ടോ. 1946 ഡിസംബർ 9. 22ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം ആണ്. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അതായത് 4ാമത്തെ കൊടുത്തിരിക്കുന്ന പോയിന്റ് തെറ്റാണ്. ബാക്കി 1, 2, 3 ശരിയാണ്. അപ്പോൾ പ്രസ്താവന ബി ആണ് ആൻസർ കേട്ടോ. പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രസ്താവന 1, 2, 3 ശരി കേട്ടോ. 23ാമത്തെ ചോദ്യം, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായി ആണ്. ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ്. 25ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ് കേട്ടോ. 42ാം ഭേദഗതി. 26ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ പേരാലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. പേരാല്, ബനിയൻ ട്രീ. പക്ഷേ ഇതിൽ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ. 27ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ആനന്ദമഠം കേട്ടോ. ഓപ്ഷൻ ബി ആനന്ദമഠം. 28ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനമാണ്. ഓപ്ഷൻ ബി അയിത്ത നിർമാർജനം. 29ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 30ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം നമുക്കറിയാം 2005 2005. 31ാമത്തതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. 32ാമത്തെ ചോദ്യം, വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യൻകാളി കേട്ടോ. ഓപ്ഷൻ സി അയ്യൻകാളി. 33ാമത്തെ ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാ? വൈദ്യുത സമരം, ഇലക്ട്രിസിറ്റി സമരം എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂര്. 34ാമത്തെ ചോദ്യം, സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറമാണ്. 35ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാറാണ് കേട്ടോ. മലബാർ. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ കേട്ടോ. പയ്യന്നൂർ. 37ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് നേതാവ് ആര്? സവർണജാഥ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 38ാമത്തെ ചോദ്യം, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിന് കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത് സമരം? ചന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചന്നാർ ലഹള. ഓപ്ഷൻ സി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യറാണ്. പക്ഷേ ഓപ്ഷൻ ഇല്ല.
അപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. എസ് നീലകണ്ഠ അയ്യറാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ആദ്യ സെക്രട്ടറി ആയിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ കേട്ടോ. അപ്പോൾ 40ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. ഇതും സ്ഥിരം ചോദ്യമാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി കേട്ടോ. രാമനമ്പിയാണ് ആൻസർ. 41ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 42ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി കേട്ടോ. ഓപ്ഷൻ സി ഇടുക്കി. 43ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. ഓപ്ഷൻ ബി കബനി. കബനി, ഭവാനി, പാമ്പാറൊക്കെ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇവിടെ കബനി മാത്രമേ ഉള്ളൂ. അപ്പോൾ കബനിയാണ് ആൻസർ. 44ാമത്തെ ചോദ്യം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചിന്നാർ കേട്ടോ. ഓപ്ഷൻ ഡി ചിന്നാറാണ്. 45ാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് കേട്ടോ. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 46ാമത്തെ ചോദ്യം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് കേട്ടോ. അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ്? അഞ്ജു ബോബി ജോർജ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 47ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. 48ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാ? ഓപ്ഷൻ സി ഇരവികുളം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. ഓപ്ഷൻ സി ആണ് ആൻസർ. 49ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താം കോട്ടക്കായൽ കേട്ടോ. ഓപ്ഷൻ ബി ശാസ്താം കോട്ടക്കായൽ. 50ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1 കേട്ടോ. 1956 നവംബർ 1 നിലവിൽ വന്നത്. 51ാമത്തെ ചോദ്യം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവാണ് ബാലഗംഗാധര തിലകൻ. 52ാമത്തെ ചോദ്യം. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഇതിലാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 53ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി INA ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് എന്ന് കിടക്കുമ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 54ാമത്തെ ചോദ്യം. തെഭാഗ സമരം നടന്നത് എവിടെ? ബംഗാളിലാണ് കേട്ടോ. തെഭാഗ സമരം എവിടെയാണ്? ബംഗാൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 55ാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? സമ്പാദ് കൗമുദി. ഓപ്ഷൻ ബി സമ്പാദ് കൗമുദി. 56ാമത്തെ ചോദ്യം നോക്കാം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്നാണ്. ഇത് സ്ഥിരം ചോദ്യമാണ്. 1929 ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 57ാമത്തെ ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. 57ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് VP മേനോനാണ്. 58ാമത്തെ ചോദ്യം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിരുന്നു. 59ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ്. ആന്ധ്രയാണ് കറക്റ്റ് ആൻസർ. ആന്ധ്ര കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വരുന്നത്. ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്.
60ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ചോദ്യത്തിൽ തന്നെ, ഈ ചോദ്യ പേപ്പർ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ്. സെയിം റിപ്പീറ്റ് ചെയ്ത് തന്നെ കേട്ടോ. 61ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി കരൾ. 62ാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെക്ടനി. ഓപ്ഷൻ സി ടെക്ടനി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 63ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 64ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസീമ കേട്ടോ. എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസീമ. 65ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയാണ് കേട്ടോ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. 66ാമത്തെ ചോദ്യം, തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ കേട്ടോ. ഓപ്ഷൻ സി ആണ് അക്ഷയ. അപ്പോൾ ബാക്കി മൂന്നും എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ഇതൊക്കെ എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനമാണെന്ന് ഓർത്തിരിക്കുക. അതുകൂടി പഠിച്ചു പോവുക. അപ്പോൾ 67ാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് കേട്ടോ. കാസർഗോഡ്. 68ാമത്തെ ചോദ്യം, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് സസ്യഭുക്ക്. ഓപ്ഷൻ സി സസ്യഭുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ആര്? സസ്യഭുക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ. 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 കേട്ടോ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. 70ാമത്തെ ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? 1983 അപ്പീക്കോ പ്രസ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അപ്പീക്കോ പ്രസ്ഥാനം. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഏകാറ്റോമികമായിട്ടുള്ളതാണ് ഹീലിയം കേട്ടോ. ഹീലിയം. ഓപ്ഷൻ എ ആണ് ഹീലിയം. 72ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് കേട്ടോ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറഞ്ഞാൽ. 73ാമത്തെ ചോദ്യം, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നൈട്രജനുമായിട്ട് പ്രവർത്തിച്ച നൈട്രേറ്റ് ഉണ്ടാക്കുന്നു കേട്ടോ. 73ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 74ാമത്തെ ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ കേട്ടോ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം? സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി 75ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ എന്നാണ് കേട്ടോ. പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 76ാമത്തെ ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ്? 30 ഡിഗ്രി തന്നെയാണ്. ഓപ്ഷൻ ബി 30 ഡിഗ്രി തന്നെയാണ്. 77ാമത്തെ ചോദ്യം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് ആണ് കേട്ടോ. കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ്. 78, പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാ? ഓപ്ഷൻ ഡി ആണ് LPG കേട്ടോ. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 79ാമത് ചോദ്യം, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ് കേട്ടോ. ഓപ്ഷൻ ബി ഊഷ്മാവ്. 80ാമത്തെ ചോദ്യം, ദോലനത്തിന് ഉദാഹരണം ഏതാ? ഊഞ്ഞാലിന്റെ ചലനം കേട്ടോ. ദോലനത്തിന് ഉദാഹരണം ഏതാണ്?
ഊഞ്ഞാലിൻ്റെ ചലനമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്